പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പെണ്ണ് കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം, പ്രത്യേകിച്ച് പുരുഷന്മാർ അല്ലെങ്കിൽ വീട്ടില് പെൺമക്കളുള്ള പിതാക്കന്മാർ. അവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ മറ്റുള്ളവരെ വട്ടം ചുറ്റിച്ച് അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് കാണണം. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് അറിയണം. പിന്നെ ഈ വീഡിയോ കഴിയുന്നത്ര നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്നും മറ്റുള്ളവരൊന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിന് താഴെ എഴുതണം. യൂട്യൂബിന്റെ ഒക്കെ പുതിയ അൽഗോരിതം അനുസരിച്ച് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ അഭിപ്രായം ലൈക്കോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലോ പിന്നെ ഇതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് പോകില്ല. അതുകൊണ്ട് എല്ലാവർക്കും വ്യൂസ് കുറവാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിത് പ്ലേ ചെയ്ത നിലയ്ക്ക് ഇത് മുഴുവൻ പ്ലേ ചെയ്ത് കാണാതെ ഇത് അവസാനിപ്പിച്ച് പോരുത്. കാരണം ഈ വിഷയം എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ നാട്ടിൽ പോക്സോ കേസ് അവിടെ മാറിയിക്കട്ടെ, അത് നമ്മൾ എടുക്കണില്ല, അത് കുട്ടികളുടെ കേസാണല്ലോ. പീഡന കേസുകളുണ്ട്. പീഡന കേസായിട്ട് വരുന്ന കേസുകളിൽ നല്ലൊരു ശതമാനം കേസുകളും കള്ളക്കേസുകളാണ്. അതിൽ തന്നെ വലിയൊരു വിഭാഗം ഈ കേസിൽ പുരുഷന്മാരാണ് പ്രതികൾ, പെണ്ണുങ്ങൾ പുണ്യാളത്തികളാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഈ ഒരാളെ ബലാൽ കയറി നശിപ്പിക്കുന്ന കേസല്ല, പീഡിപ്പിക്കുന്ന കേസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പരസ്പര ധാരണയോടെ, ചിലപ്പോ അവളൊരു വിവാഹിതയായിരിക്കാം, വിവാഹിതയാണ് അല്ലെങ്കിൽ വിവാഹിതയല്ല, ഏതായാലും പ്രായപൂർത്തിയാണ്. മറ്റൊരു പുരുഷൻ ആ പുരുഷനെ കണ്ടപ്പോ ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കാന്തവും ഇരുമ്പും, അത് മുമ്പ് നമ്മളെ ഉസ്താദ് പറഞ്ഞ പോലെ കാന്തവും ഇരുമ്പും ബന്ധമാണേ പണ്ടും, അത് പുരുഷനും സ്ത്രീ അങ്ങനെ തന്നെയാണ്. എത്ര വലിയ പുണ്യാളനും പുണ്യാളത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എസ് എ ജമീൽ അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് എന്ന് പറഞ്ഞ പോലെ അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അവർക്ക് രണ്ടുപേർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? അതാരും അറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സമാധാനം. ഇത് തന്നെയാണ് എന്റെ വസ്തുത, പച്ച പരമാർത്ഥം ഇത് തന്നെയാണ്. അതിന് ഏത് പുണ്യാളച്ചനായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. അതിന് പല സാഹചര്യങ്ങളാണ്. ഒന്ന്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകാം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് വേണ്ടത് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഏത് സാഹചര്യത്തിലും അത്തരത്തിലൊരു ബന്ധം ഉണ്ടായി എന്ന് കരുതുക. ഒരു ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ ഒന്നോ രണ്ടോ തവണ അവർ തമ്മിൽ ചിലപ്പോൾ ശാരീരിക ബന്ധം ഉണ്ടാവും. അതൊക്കെ കഴിയുമ്പോഴേക്കും അവർ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ അവർക്കൊന്നുമില്ല, പിന്നെ ആക്രാന്തമൊന്നുമില്ല, അത് കഴിഞ്ഞു. പക്ഷെ ഇതിനിടയിൽ ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പെണ്ണ് പുണ്യാളത്തെയും ആ പുരുഷൻ പിന്നെ കുറ്റക്കാരനുമായി മാറി. എന്നിട്ട് എനിക്കൊരു കേസ് അറിയാം, ആ ഒരു പിന്നെ പുരുഷനെ പിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവനെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുക. ഇതിനിടയിൽ പറ്റിപ്പോയതാണ്. ആ പെണ്ണും വിവാഹം കഴിച്ച പെണ്ണാണ്, ഇവനും വിവാഹം കഴിച്ചതാണ്. രണ്ടുപേർക്കും കുടുംബമുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ അടുത്തു. ഒന്നോ രണ്ടോ തവണ അവർ തമ്മിലുള്ള ബന്ധവും മറ്റു കാര്യങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്തോ ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് പുറത്തറിഞ്ഞു. അവിടെ ഈ ചെറുപ്പക്കാരൻ പ്രതിയായി മാറി. അതുമുതൽ ആ പെണ്ണിന്റെ കെട്ടിയവനും അതുപോലെ അവരെ ബാക്കിയുള്ളവരും കൂടി ഈ ചെറുപ്പക്കാരനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥ. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്നത്, ഇവിടെ ആ ചെറുപ്പക്കാരൻ മാത്രമാണോ കുറ്റവാളി? കുറ്റം ചെയ്ത അയാൾ മാത്രമാണോ? അയാളെ മാത്രം എന്തിനാണ് ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബ്ലാക്ക്മെയിലിംഗ്, ഭയങ്കര ബ്ലാക്ക്മെയിലിംഗാണ്. അയാൾ കുടുംബം തകർക്കും, നാട്ടിലെ നാറ്റക്കേസാക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ 4 പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു പ്രയാസവും വിഷമം ഉണ്ടാവൂലേ? അപ്പോൾ അങ്ങനെ വിഷമപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യിച്ച് അയാളിൽ നിന്ന് എന്തൊക്കെ തട്ടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മറ്റവരെ മാറി. ഞാനതിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ വിറ്റ് അതിനുള്ള പണം വാങ്ങുന്ന ആൾക്കാരായി മാറി എന്നാണ് ഞാനത് പച്ചയ്ക്ക് പറയാം, അല്ലേ? ആ പെണ്ണടക്കമുള്ള, ആ ചെറുപ്പക്കാരനടക്കമുള്ള 2 പേർ അവർക്ക് തോന്നിയ നിമിഷത്തിൽ അവർ തമ്മിൽ ഒരുമിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു പിരിയം ചെയ്തു. 2 പേർക്കും ഇഷ്ടമായിരുന്നു. ഇനി കുറ്റമാണെന്നുണ്ടെങ്കിൽ 2 പേരും കുറ്റക്കാരാണ്, തുല്യ കുറ്റിതരാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ തുല്യമായി കുറ്റം ചെയ്തവരാ. അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ശാസിക്കേണ്ടതും ഭർസിക്കേണ്ടതും ഒക്കെ സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ പെങ്ങളെയോ ഒക്കെ അല്ലേ? എന്നിട്ട് വേണ്ട ഇവന്റെ മണ്ടയിൽ കയറാൻ. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഇവൻ എന്നെ നോക്കി എന്ന് പറയും.
മനസ്സിലായില്ലേ? ഇവൻ എന്നെ എപ്പോഴെപ്പോഴും നോക്കുന്നു എന്ന് പറയും. ഈ എപ്പോഴെപ്പോഴും നോക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടത്? അത് ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കുന്നുണ്ട്. അതായത് എപ്പോഴെപ്പോഴും നോക്കുന്നത് ഞാൻ എപ്പോഴെപ്പോഴും നോക്കിയിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പുരുഷൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് ചെന്നിട്ടല്ലേ, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവളെ നിന്നു കൊടുത്തിട്ടല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസ് ഒരു പീഡന കേസിന്റെ കാര്യമല്ല, ബലാത്സംഗത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നെന്നാ പറഞ്ഞത്. ഇഷ്ടപ്രകാരം നടക്കുന്ന കാര്യമാണ്. ഇത് അങ്ങോട്ട് ചെന്നാലും ഇങ്ങോട്ട് വന്നാലും രണ്ടുപേരും കൂടെ അറിഞ്ഞിട്ടാ. ഇത് പുറത്തറിഞ്ഞു കഴിയുമ്പോഴേക്ക് പിന്നെ അവിടെ ആ പുരുഷൻ മാത്രം കുറ്റക്കാരൻ. അതുകൊണ്ട് ആ പെണ്ണിന് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരം പിന്നെ അവന്റെ കൂടും കൊടുക്കാൻ കംപ്ലീറ്റ് കൊടുക്കണം. എല്ലാം എടുത്തു കൊടുക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? അതിനേക്കാളും നല്ലത് ആ പെണ്ണിനെ കച്ചവടത്തിന് വെക്കണല്ലേ, അല്ലേ? ഇത് അത് തന്നെയല്ലേ ചെയ്യുന്നേ. അവനും അവളും ഒരുപോലെ കുറ്റക്കാരാവുമ്പോൾ അവന്റെ മുതൽ പിടിച്ചു പറിച്ച് ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവളെ കച്ചവടം ചെയ്തതിന് തുല്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പലപ്പോഴും ഈ പെണ്ണിന്റെ പേര് പുറത്തു വരൂലല്ലോ, ആ ചെറുക്കന്റെ പേര് പുറത്തു വരികയും ചെയ്യും. അവനെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുകയും ചെയ്യും. ചിലപ്പോൾ കേസും വരും, പീഡന കേസാ വരിക. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അറിയാലോ. വിവാഹിതരായ പെണ്ണുങ്ങള് രാഹുലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത്. ആ കേസാണ് കോടതി എടുത്ത് തോട്ടിലിടുന്നത്. ഏതാണ്ട് സമാനമായ അന്തരീക്ഷം ഇവിടെ വേറെ ഉണ്ട്. ഒരു സംഭവം നടന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ അവർ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരിൽ കേസ് വന്നേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ മറ്റുള്ളവർക്ക് ചിലരുടെ ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ചിലർ കുടുംബങ്ങൾ തകർന്നേക്കാം. അതുകൊണ്ട് ഞാൻ ആ പേരും കാര്യങ്ങളും അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കേണ്ട ആൾക്ക്, കാണേണ്ട ആൾക്ക് കാണുമ്പോൾ ഇത് കാര്യം മനസ്സിലാവും, നിങ്ങൾക്കൊരു അവയർനെസ് ആവും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്നുകിൽ ഈ പരിപാടിക്ക് ഒരുത്തൻ വന്ന് കണ്ണും കവളും കാണിക്കുമ്പോഴത്തേക്ക് ചെന്ന് നിന്നു കൊടുക്കാതിരിക്കുക, കാര്യങ്ങൾക്ക് നോക്കാതിരിക്കുക. അതല്ല എന്തെങ്കിലും ആവശ്യത്തിന് ചെന്ന് കയറിയെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ആ സുഖം, ഓക്കെ, സന്തോഷം, ഹാപ്പി, മാസലാമ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനോന്റെ കാര്യങ്ങൾ നോക്കി പോവാ. അല്ലാതെ ആ കാര്യം മറ്റുള്ളവർ അറിഞ്ഞു എന്ന് വെക്കുമ്പോൾ ഉടനെ അവനെ കുറ്റക്കാരനാക്കി അവന്റെ മുതൽ മുഴുവൻ പിടിച്ചു പറിച്ച് നഷ്ടപരിഹാരമായി വാങ്ങി അവനെ കുത്തുവാള എടുപ്പിച്ച് അല്ലെങ്കിൽ അവനെ ആത്മഹത്യ ചെയ്യാൻ വിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അവന്റെ കുടുംബത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്നതിനെ അവളെ കച്ചവടം ചെയ്യുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. നേരെ മറിച്ച് ഒരു കുറ്റം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരും കുറ്റക്കാരാണ്, അങ്ങനെ തന്നെ കാണണം. അത് ആരായാലും കാണണം. ഇതൊന്ന് പറയണമെന്ന് തോന്നി, പ്രത്യേക ഒരു സാഹചര്യം വന്നു, ആ സാഹചര്യത്തിൽ പറയണം തോന്നി. തിരിയുന്നവന് തിരിയും, അല്ലാത്തവർ നട്ടം തിരിയും. Different angles. Don't forget to subscribe and support this channel.